എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും അറിയാം, കമൽ സാർ ചെയ്ത ഒരു മൂവിയിലൂടെയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നത്. പരിമളം നമ്മൾ എന്ന മൂവിയിൽ. അതിനുശേഷം ഞാൻ സാറിനോട് സ്വപ്നക്കൂടെ എന്നൊരു ഫിലിമിലാണ് വർക്ക് ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചത്. സാറിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരു പുതുമുഖമാണ്, എനിക്ക് സിനിമയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയില്ല. പക്ഷെ ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ തേക്ക് ശരിയായില്ലെങ്കിലോ ഒന്ന് ഒച്ചയെടുക്കുകയോ അങ്ങനെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയും സാറിന് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സാറ് ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എനിക്ക് ഫസ്റ്റ് മൂവി ചെയ്യുമ്പോൾ പ്രോംപ്റ്റിംഗ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് സലീമണ്ണാണ് അസോസിയേറ്റ് ആണ്. സലീമണ്ണ പ്രോംപ്റ്റിംഗ് വേണോ? അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രോംപ്റ്റിംഗ്, നിങ്ങൾ അതെന്താ? അപ്പോൾ എനിക്കോണ്ട് ഇങ്ങനെ ഡയലോഗ് ഞങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ പറഞ്ഞാൽ മറ്റുള്ളവർ ചെയ്യുന്നത് കാണിച്ചു തരും. ഞാൻ കഴിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അതിനൊരു കഴിവ് വേണം. അവർ പറയുന്നത് കേട്ട് അതുപോലെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചു പറഞ്ഞു. അപ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, പഠിച്ചു പറയട്ടെ തുടക്കം ഫസ്റ്റ് മൂവിയല്ല, അതൊക്കെ പഠിച്ചു പറയട്ടെ, അതൊക്കെ ആവശ്യം വരും. എനിക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്ന പറഞ്ഞത് തന്നെയായിരുന്നു എനിക്ക് ഭയങ്കര ഈസി. കാരണം ഞാനൊരു കോൺവെന്റിൽ പഠിച്ചോണ്ട് എനിക്ക് ബൈഹാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിരുന്നു. അതെനിക്ക് ആ ഒരു ടിപ്പ് എനിക്ക് ഇപ്പോഴും വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഈവൻ കന്നഡ ചെയ്യുമ്പോഴും തെലുഗു ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഫുൾ ഡയലോഗ്സ് എഴുതിയെടുത്ത് ബൈഹാർട്ട് ചെയ്തിട്ടാണ് പറയുക. അപ്പം അങ്ങനെ ഒരു ചിലരെങ്കിലും എൻ്റെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് തരുമ്പോൾ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും, സാർ പറഞ്ഞിട്ടില്ല, പഠിച്ചു പറഞ്ഞാൽ മതിയുള്ള സാറിൻ്റെ കൂടെ എനിക്ക് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ എനിക്ക് കുറേ മെമ്മറീസ് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു. സിദ്ധുചേട്ടൻ ഞാൻ ഫസ്റ്റ് സാറിനെ കാണാൻ വരുമ്പോൾ സിദ്ധുചേട്ടൻ ജിഷ്ണുചേട്ടനെ ഇരുത്തി കമൽ സാർ കഥ പറഞ്ഞ് കൊടുക്കുകയാണ്. അന്ന് കമൽ സാർ ഇത്രയും ഒരു ലെജൻഡറി ഡയറക്ടറാണ് എന്നുള്ള ഒരു വലിയ ബോധത്തോടെയൊന്നുമല്ല ഞാനന്ന് സാറിനെ കണ്ടിട്ടില്ല. എനിക്ക് ജസ്റ്റ് 15 വയസ്സേ ഉള്ളൂ. കമൽ സാർ ആ ഒരു ഡയറക്ടർ കമൽ സാർ അത്രയേ ഉള്ളൂ. അല്ലാതെ എത്രയും ലെജൻഡറി ഫിലിംസ് ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു ബോധമോ ഒരു സീരിയസ്നെസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. മേ ബി അത് തന്നെയായിരിക്കും എനിക്ക് ആ പരിമളം എന്നൊരു ക്യാരക്ടർ സാറിന് ചൂസ് ചെയ്യാനുണ്ടായ ഒരു പിന്നീട് എന്ത് പറഞ്ഞ് വന്നപ്പോഴുള്ള ആ ഒരു സംസാര രീതി അല്ലെങ്കിൽ ഒട്ടും സ്ട്രെസ്ഡ് ആയിരുന്നില്ല. എന്തൊക്കെയോ ഞാൻ സംസാരിച്ച് ഞാൻ പലപ്പോഴും ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടാണ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗം ഞാൻ സാറിൻ്റെ അടുത്തൊരു മൂവി